ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷത എന്ന വിഷയത്തെ ആസ്പദമാക്കി ആലുവ ജീവാസ് കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാർ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് നേരെ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്ക് നേരെ നിശബ്ദത പാലിച്ച് അത് അടിമത്തത്തിലേക്കുള്ള നീക്കമായി മാറും. ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട സ്വതന്ത്രവും സമത്വവും സാഹോദര്യവും രാജ്യത്തിന് അന്യമായി മാറും. അതുകൊണ്ട് വർത്തമാനകാല തലമുറ കരുതലോടെ ഇരിക്കേണ്ടതായുണ്ടെന്ന് ബെന്നി ബെഹനാൻ ചൂണ്ടിക്കാട്ടി. അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ അവസ്ഥയെ കാണിക്കുന്ന ഒരു സംഭവം. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പാക്കുന്ന മതനിരപേക്ഷതയും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന മനോഭാവവും എല്ലാവരും ഭാരതീയരാണെന്നുള്ള ആ സാഹോദര്യവുമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നത് ഇത് ഒരു പൊളിറ്റിസൈസേഷന്റെ ഭാഗമായിട്ട് മാറിയതാണ്. വോട്ട് ബാങ്കിനായിട്ട് നമ്മുടെ ഈ രാജ്യത്തിലെ ഓരോ സവിശേഷതകളെയും ഉപയോഗിക്കുമ്പോഴും അതിനെ ചൂഷണം ചെയ്യുമ്പോഴും നമ്മുടെ നേതാക്കന്മാര് സ്വാതന്ത്ര്യ സമയത്ത് ഉള്ള നേതാക്കന്മാര് വിഭാവനം ചെയ്ത മഹത്തായിട്ടുള്ള മതനിരപേക്ഷതയുള്ള ഒരു ദേശം പല മതക്കാർ ഒരുമിച്ച് വളരെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്നും മാറി ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയെങ്കിൽ എത്രമാത്രം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള അവഗണനയാണ് ഈ കാലഘട്ടങ്ങളിൽ വന്നതെന്നുള്ളതിനുള്ള മഹത്തായിട്ടുള്ള ഉദാഹരണമാണ്. ഹൈക്കോടതി മുൻ ജഡ്ജി ബാബു മാത്യു P. ജോസഫ് പ്രഭാഷണം നടത്തി. നടത്തുകയൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അവയെല്ലാം നടത്താനാവശ്യമായ പണം സ്വരൂപിക്കാനും പണം ചെലവഴിക്കാനും അതിന് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും ഭൂമി വാങ്ങാനും ഒക്കെയുള്ള അവകാശ സ്വാതന്ത്ര്യങ്ങൾ മതവിശ്വാസികൾക്കുണ്ട്. അത് ഹിന്ദു വിശ്വാസത്തിനുണ്ട്, ഇസ്ലാം മതവിശ്വാസത്തിനുണ്ട്, ക്രിസ്തു മതവിശ്വാസത്തിനുണ്ട്, എല്ലാ വിശ്വാസങ്ങളും. എന്നാൽ അതിനടുത്ത രാജ്യത്തിന് മതമില്ലാതെ സ്ഥാപിക്കുന്നതിലെ പ്രധാനപ്പെട്ടൊരു വകുപ്പാണ് 27. ഭരണഘടന 27 വകുപ്പ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആലുവ ജീവാസ് കേന്ദ്രം പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി നടത്തിയ സെമിനാറിൽ CMI സഭാ വികാർ ജനറൽ ഡോക്ടർ ജോസി താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു. ആലുവ സെന്റ് ആന്റണീസ് മൊണാസ്ട്രി പ്രിയോർ ഫാദർ പോൾ നെടുഞ്ചാലിൽ, ജീവാസ് കേന്ദ്രം ഡയറക്ടർ ഫാദർ സജി തെക്കേ തൈക്കാട്ട്. പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ.